ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ മുന്നണികളെ വിമർശിച്ച് വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാൻ താൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മനീഷ് മഹിബാൽ ഉണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDF നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ വിമർശനം വന്നതാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഈ ലേഖനത്തിൽ മനീഷ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു മുന്നണികളെയും വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ അവരുടെ നയങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പല വേദികളിലും നടത്തിയിരുന്നു. അതേ സംഭവങ്ങൾ, അതേ നിലപാടുകൾ, നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ന്യൂനപക്ഷ പീഡനങ്ങളും ഇരു മുന്നണികളും നടത്തുന്നു. ഇത് താൻ തുറന്നു പറയുന്നത് വലിയ പാതകമായി കാണുന്നു. ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകാനും താൻ തയ്യാറാണ്. അതിന് ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. രാജ്യസഭാ സീറ്റുകൾ ലഭിച്ച 3 സീറ്റുകളിൽ 2 എണ്ണം മുസ്ലിമിനും ഒരു സീറ്റ് ക്രിസ്ത്യാനിക്കും കൊടുത്തു. ഇതിനെ താൻ വിമർശിക്കുന്നതാണ് വലിയ പാതകമായി കാണുന്നത്. ഒപ്പം തന്നെ കേരളത്തിലടക്കം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ മതത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത്. ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ പോലും ഈ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് മലപ്പുറത്തും കോട്ടയത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ മാറ്റം കൊണ്ടുവരുന്നില്ല? ഹൈന്ദവ മേഖലയിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് മലപ്പുറം കോട്ടയം മേഖലകളിൽ ആ മാറ്റം കൊണ്ടുവരുന്നില്ല? ഒപ്പം തന്നെ CPM പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം പിറവിയെടുത്ത സമയം മുതൽ പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിന്ന ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ ഉണ്ടായത് വിശ്വാസ വഞ്ചനയാണ്. ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് അവരുടെ വിശ്വാസം ആകെ തകർന്നു തുടങ്ങിയ പരാമർശങ്ങളൊപ്പം തന്നെ ജയിലിലടയ്ക്കണം, തനിക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്ന ചില മുസ്ലിം സംഘടനയിലെ പ്രതിനിധികൾ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ അവർ തങ്ങളുടെ സംഘടനയിലെ ചില ആളുകൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ ഏത് രീതിയിലാണ്, സൗമ്യ മനോഭാവത്തോടു കൂടിയാണ്, സൗമ്യ നിലപാടാണ് അവർക്കെതിരെ എടുക്കുന്നത്. അപ്പോൾ അതിന് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെയും അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തിനേറ്റ മതവിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട്, മുസ്ലിം പ്രീണനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് BJPക്ക് അടക്കം വോട്ട് ചെയ്തെന്നുള്ളൊരു നിലപാട് അദ്ദേഹം ഈ ലേഖനത്തിലും ആവർത്തിക്കുകയാണ്.